കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. ഫുള്ള് വനമാണ് കേട്ടോ, ഫുള്ളും വനമാണ്. ഇതുണ്ടോ ഈ കാറിൻ്റെയൊക്കെ കളർ കണ്ടോ, എങ്ങനെ ഇരിക്കുന്ന കാറ്, മൊത്തം പൊടി കണ്ടില്ല, അതുപോലെ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് മാക്സിമം നമുക്ക് നോക്കാം, പോകുന്നതിൻ്റെ അത്രയും വരെ നമുക്ക് പോകാം കേട്ടോ. എന്തായാലും നമുക്ക് മാക്സിമം നോക്കി എടുക്കുകയൊക്കെ ചെയ്യാം. കണ്ടില്ലേ, തിരക്കാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് റോഡിന് വീതിയില്ല, അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, വണ്ടി വരാനുള്ള സ്ഥലമില്ല. ഒന്നാമത്തെ കാര്യം കണ്ടില്ലേ, ഭയങ്കര ജനമോ, ഭയങ്കര തിരക്കും കാര്യങ്ങളും. വണ്ടിക്ക് തന്നെ കണ്ടില്ലേ എന്തോരം വണ്ടികൾ തന്നെ പോകുന്നത്. അപ്പോൾ ആലോചിച്ചോളൂ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ. ഇതുകൊണ്ടില്ലേ ഫുള്ള് ഭയങ്കര ഇതുകൊണ്ടില്ലേ വണ്ടിയൊക്കെ വരുന്നത് കണ്ടില്ലേ. ഇടയ്ക്ക് വോയിസൊന്നും കാണത്തില്ല കേട്ടോ, നിങ്ങൾ തന്നെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷേൻ്റെ അപ്പുറത്തെ തിരക്കാണ്. ഡീയാണ്ടിൽ നിൽക്കുന്ന ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ല ഇപ്പം തന്നെ എന്തോരം വണ്ടികളാണ് പോകുന്നത്. എന്തായാലും നിങ്ങളൊക്കെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടോ. മാസപൂജയുള്ള എല്ലാം മലയാള മാസം 1-ാം തീയതിയും പൂജയുണ്ട്, പിന്നെ ശിവരാത്രിക്കുള്ള കേട്ടോ. ശിവരാത്രിക്കാണ് ഇത്ര തിരക്ക്, മാസപൂജയ്ക്ക് വന്ന ഇത്ര തിരക്കില്ല. പക്ഷേ ശിവരാത്രിക്ക് ഭയങ്കര തിരക്ക്. കാരണം നമ്മുടെ സ്ഥലത്ത് നില പറയില്ല, കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അറിഞ്ഞു കേട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഞാനായിട്ട് കാടിൻ്റെ ഉൾവനത്തിലായതുകൊണ്ട് ആൾക്കാർക്കെല്ലാം ഒരു കാണണം, അമ്പലത്തിൽ വരണം, തൊഴണം എന്നൊക്കെയുള്ള ഒരു ഇതില്ല, ഒരു ഏകദേശം ഒരു എന്താ പറയുന്നത്, ഒരു അതിശയമാണ് കഴിവുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. കണ്ടില്ലേ പിക്കപ്പാണ്, പിക്കപ്പും ജീപ്പുകളും ഇവിടുത്തെ ഓഫ് റോഡിലെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഇത്. കാരണം നല്ല കയറ്റവും കാര്യങ്ങളും അതുപോലുള്ള റോഡൊക്കെ ആയതുകൊണ്ടേ പിന്നെ പിക്കപ്പാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കണ്ടല്ലോ ഒത്തിരി ആൾക്കാർ വേണ്ട, നടന്നും കാര്യങ്ങളൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ഇതുവഴിയൊക്കെ നടന്നൊക്കെ പോകുന്നത്. കണ്ടില്ലേ അപ്പോൾ നമ്മൾ 10-15 മിനിറ്റ് കൂടുതലായി ഇവിടെ നമ്മളിപ്പം ഇവിടെ ബ്ലോക്കിൽ പെട്ടിട്ട്. ഇനി എപ്പോൾ എല്ലാം പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. മിക്ക ആൾക്കാരും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നടന്നു പോകും കേട്ടോ. കണ്ടില്ല നമ്മുടെ പുറകിലൊക്കെ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലോട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് ആൾക്കാർ നടന്നു വരുന്നുണ്ട്. വണ്ടിയിലും ബൈക്കിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ നടന്നു വരുന്നത്. വണ്ടി നമ്മുടെ പുറകിൽ അതിന് ഭയങ്കര ബ്ലോക്കാണ്. പുറകിൽ നമ്മൾ വന്ന വഴിയിൽ അവിടെ വരെയും ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. കണ്ടില്ലേ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. പോലീസുണ്ട് കിടക്കുന്നുണ്ട്. പോലീസുകാരൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ചെക്കിങ് കാര്യങ്ങൾ. ചെക്കിങ് എന്ന് പറഞ്ഞാൽ അവരില്ലെങ്കിൽ ഇത് ബ്ലോക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ തന്നെ നിൽക്കുന്നത്. പക്ഷെ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഭയങ്കര അതിശയമായിരിക്കും കേട്ടോ. നമ്മൾ ഇതുവഴി എന്നും ഡെയിലി പോകുന്നുണ്ട് വരുന്നുണ്ടൊക്കെ നമുക്ക് ആ ഒരു ഇത്രയും ഇത് കിട്ടത്തില്ല. പക്ഷെ വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു ഭയങ്കര അതിശയം കാര്യങ്ങളും. കാരണം കാഴ്ചകളൊക്കെ കണ്ടു പോവാം, ഭഗവാനെ തൊഴാം. പക്ഷേ റോഡാണ് റിസ്ക്, അതാണ് പ്രശ്നം. കാരണം വണ്ടി നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രയേ ഉള്ളൂ, അങ്ങനത്തെ ഒരു റോഡും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ഥലമില്ല പോകാനൊക്കെ. നോക്കിയാൽ വണ്ടിയുടെയൊക്കെ കളറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പോവല്ലേ ഇറങ്ങി പോവല്ലേ.
എല്ലാവരും പറയുന്നത് പോകല്ലെന്നൊക്കെ. എന്തായാലും നമ്മൾ അവിടെ വരെ പോകും, അമ്പലത്തിൽ വരെ വണ്ടി കൊണ്ട് പോകും. അമ്പലത്തിന് അവിടെ വരെ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏകദേശം നമ്മൾ അടുത്ത് വരെ പോകും കേട്ടോ. കാരണം എനിക്ക് നടക്കാൻ ഇച്ചിരി പാടാണ്. ഇന്ന് ഭയങ്കര തിരക്ക് കേട്ടോ. ഇന്ന് നമ്മൾ ലേറ്റ് ആയതുകൊണ്ടൊന്നും ഇത്രയും ലേറ്റ് താമസിച്ചില്ല, അതായിരിക്കും. ില്ല എപ്പം തുടങ്ങിയ തിരക്കും കാര്യങ്ങളൊന്നും അറിയാം കേട്ടോ. അവിടുന്ന് കുറച്ച് നേരം 10 മിനിറ്റ് നിന്ന് ഒരു ശക്കല ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്ന് വീണ്ടും ബ്ലോക്കായി. കണ്ടില്ലേ? അതുകൊണ്ട് ആൾക്കാരെ കണ്ട് കസേരയൊക്കെ ഇട്ടാ പോകുന്നത്. കസേര, ഡെസ്ക്, ബെഞ്ച് ഇതൊക്കെ ഇട്ടുണ്ട് പോകുന്നത്. കണ്ടില്ലേ? അയ്യോ ഈ ഫുൾ ഇറക്കമാണ് കേട്ടോ. റിസ്ക്കാണ്, നല്ല ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നമ്മളൊരു പരുവത്തിനെത്തി പോവാ. അയ്യോ ഈ പൊടിയാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് റോഡ് ഇച്ചിരി ഹെവിയാ. റോഡ് ഇച്ചിരി ഹെവി, നല്ല ഹെവിയാ കേട്ടോ. ഈ കുറച്ച് നേരം സംസാരിക്കും. ഈ വീഡിയോ എടുത്തൊന്നും സംസാരിക്കാം. കുറച്ച് നേരം സംസാരിക്കും. നമ്മുടെ ഇവിടുത്തെ റോഡൊക്കെ കണ്ടില്ലേ? വളരെ ദുർഘടം നിറഞ്ഞ പാതയിലൂടെയാണ് ഗൈസ് നമ്മുടെ യാത്ര ചെയ്തത്. ഇത്ര ഇറങ്ങി വരിക എന്ന് പറയുന്നത് തന്നെ കഷ്ടപ്പാടാണ് ഗൈസ്. കണ്ടില്ലേ നമ്മുടെ റോഡൊക്കെ? ഇതിലൂടെ വണ്ടി ഓടിച്ചോണ്ട് വരിക എന്ന് പറയുന്നത് തന്നെ റോഡൊക്കെ കാണിക്കും. പറയാ ചേട്ടനെ സമ്മതിക്കണം ഗൈസ്, ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് വരും. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വണ്ടി ഓടിച്ചോണ്ട് ടൂ വീലറിൽ എന്ന് പറഞ്ഞാൽ ഗൈസ് ഭയങ്കര പാടാണ് ഇതിൽ വരാൻ തന്നെ. കൂടുതൽ ആൾക്കാർ ജീപ്പ് മാർഗമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മള് സ്വന്തം വണ്ടി കൊണ്ടുകൊണ്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ നമ്മുടെ റോഡിന്റെ അവസ്ഥ? കാട്ടിനകത്തൂടെ ഇനി കുറച്ച് നിങ്ങളെ കാഴ്ചകളൊക്കെ കാണാം, അതേ പറ്റൂ. കാരണം മിണ്ടാനുള്ള റോഡിൽ കൂടെ മിണ്ടി വന്നു നമ്മൾ ഇത്ര കിടക്കുന്നതാണ്. നമ്മൾ ഏകദേശം അമ്പലത്തിന്റെ അടുത്ത് എത്താറായി. ഏകദേശം നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് എത്താറായി കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം യാത്രയൊക്കെ ചെയ്ത് ഏകദേശം നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് എത്താറായി. അപ്പം നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കണം. കുറച്ചുകൂടെ മേപ്പോട്ട് പോട്ടെ. തിരക്ക് കണ്ടില്ലേ ഗായ്സ്?
ഭയങ്കര തിരക്കാണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു. അതിൻ്റെ കൂടെ തിരക്കായിരിക്കുകയാണ്. ഓരോ വണ്ടികളാണ്. കുറച്ച് പറ കേൾക്കത്തില്ല. അല്ലെങ്കിൽ കേൾക്കത്തില്ല. ആര് പറയാൻ കേൾക്കത്തില്ല. കണ്ടില്ല, ഇവിടെ ഇല്ല. ഇനി അങ്ങോട്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ പാർക്കിങ്ങാണ്. നമ്മൾ കണ്ടില്ലേ നമ്മൾ ഈ 2 ദിവസത്തിന് ശരീരം അനങ്ങാൻ പറ്റത്തില്ല. അതുപോലത്തെ വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കണ്ടില്ല ഫുള്ള്. നമുക്കിവിടെ കാണാം, ഇവിടെ കാണാൻ വണ്ടി. അറിയുമോ? ശരി, അങ്ങോട്ട് കേൾക്കാം. ഹായ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിപ്പോൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്, അമ്പലത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കുറേയൊക്കെ വോയിസ് നമ്മൾ ഇട്ടായിരുന്നു. പക്ഷേങ്കിൽ കേട്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കാരണം അത് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ലൈവായിട്ട് നമ്മൾ വരുന്നത് അതായിട്ട് തന്നെ നമ്മൾ റെക്കോർഡ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഹെവി യാത്രയായിരുന്നു കേട്ടോ. കണ്ടില്ലേ വരുന്ന വഴിക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ വണ്ടി തിരക്കങ്ങോട്ട് കിടക്കുന്നില്ല. കാരണം ഇനി വൈകിട്ട് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വകയായിട്ടുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞാൻ പറഞ്ഞില്ല. കാരണം നമുക്ക് 3-4 പാർട്ടായിട്ടൊക്കെ ഇടാൻ പറ്റില്ല. കാരണം ഇത്രയും ദൂരം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടാൽ ഒറ്റ വീഡിയോക്ക് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറേ പാർട്ടായിട്ട് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യില്ല. എല്ലാവരും കണ്ടിന്യൂസ് തന്നെ കണ്ടുപോകണം കേട്ടോ. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണത്തുള്ളൂ. കാരണം പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ മാസപൂജയുണ്ട്, പിന്നെ ശിവരാത്രിയാണ്. മാസപൂജയ്ക്ക് എല്ലാ മാസം മലയാള മാസം 1-ാം തീയതി തുറക്കും. പിന്നെ ശിവരാത്രിക്കാണ് ഇത്ര തിരക്ക് കേട്ടോ. ഇത് എപ്പോഴും ഞാൻ പറയാം, പത്തനംതിട്ട ജില്ലയിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലുവക്കുടി ശ്രീ മഹാക്ഷേത്രം. കാരണം ഉൾവനത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം നമുക്കിനി മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എന്തായാലും ഇത് നോക്കി കണ്ടില്ലേ എന്തോരം തിരക്ക് കാര്യങ്ങളൊക്കെ. താഴെ തൊട്ടേ വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ ഭാര്യ ക്ഷീണിച്ചു കേട്ടോ. കാരണം പുറയിൽ ഇരുന്നാണെങ്കിലും ഒത്തിരി ഫോണൊക്കെ പിടിച്ച് കൈയൊക്കെ വെച്ചാണ്. അത്രയും ദൂരം ഫോണൊക്കെ പിടിക്കണ്ടായിരുന്നു. കാരണം ആൾക്കാരൊക്കെ വരുന്നത് എടുക്കുന്നേ ഉള്ളൂ. കാരണം നടന്നു വരുന്നതാണ് ഏറ്റവും സുഖം കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ പൊടി ഭയങ്കര വിഷയമാണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നടന്ന ഇത് വഴി വരുന്നത് പോകുന്നതൊക്കെ. ഇപ്പം പിന്നെ വീഡിയോക്ക് എടുക്കണമെന്നുള്ളൂ. പിന്നെ ബൈക്കിന് വരുമ്പോൾ നമ്മുടെ സാധ്യത വരാമല്ലോ. അല്ല പിന്നെ പിക്കപ്പിനോ ജീപ്പിനൊക്കെ വരുമെന്നെങ്കിൽ അവരെ നമുക്ക് ഇടയ്ക്ക് നിർത്താനെടുക്കാനും പറ്റത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിക്ക് നമ്മുടെ ഇഷ്ടത്തിന് എവിടെയും നിർത്തിയൊക്കെ വരാം. മെയിനായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ റോഡ് ചെറിയ റോഡാണ്. കാരണം കാടിൻ്റെ അകത്താണ്. നമുക്ക് ഒത്തിരി വലിയായിട്ടൊന്നും റോഡ് കാര്യങ്ങൾ വെട്ടാനെടുക്കാൻ അറിയാമല്ലോ. അപ്പം റോഡിൻ്റെ പ്രശ്നമാണ്. കാരണം ഒരു വണ്ടി ഒന്ന് മുട്ടി ഉരഞ്ഞാണ് പോകുന്നത്, സൈഡ് കൊടുത്ത് പോകുന്നത്. അപ്പം എന്താ പറയണ്ടേ, ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാം ഇപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുക. കാരണം ആരും വീഡിയോ മിസ് ചെയ്യില്ല. കാരണം എല്ലാവരും കാണാം. പാർട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ആരും മിസ്സാക്കില്ല കേട്ടോ. കാരണം നിങ്ങൾക്കൊരു അനുഭവം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഇനിയും വരണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കണേലും അല്ലെങ്കിൽ ഇതോ ഇഷ്ടം തോന്നുന്നതന്നെ പോലും പറയുന്നത് നമുക്ക് വരാം. ഇവിടെ അതിനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് കോന്നി എന്ന സ്ഥലം, കോന്നി നേരെ തണ്ണിത്തോട്, പിന്നെ തേക്കത്തോട്, കരുമാനത്തോട് അങ്ങനെയാണ് വരുന്നത്. തൂമ്പക്കുളം വഴിയാണ് വരുന്നത്. പിന്നെ വേറെ വഴിയാണ് ഗുരുദാനമണ്ണി വഴി നമുക്ക് വരാൻ കേട്ടോ. സീതത്തോട് ഗുരുദാനമണ്ണി വഴി നമുക്ക് വരാൻ പറ്റും. ഇങ്ങോട്ടെല്ലാം ഭയങ്കര ഒരു കണ്ടില്ലേ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടം പോലെ. കാരണം പിക്കപ്പൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിക്കപ്പ് പിന്നെ ബൈക്കും ഉണ്ട് കേട്ടോ. ബൈക്കും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പോലും പിക്കപ്പാണ് ഏറ്റവും കൂടുതൽ. പിക്കപ്പ് ജീപ്പുമാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഓഫ് റോഡ് വണ്ടികളാണ്. ഓഫ് റോഡ് വണ്ടികൾ ഉള്ളവരൊക്കെയാണെങ്കിൽ ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഫുൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിനിയും അങ്ങോട്ടുള്ള കാഴ്ചകളാണ്. എന്നിട്ട് ഭഗവാനെ തൊഴണം. എന്നിട്ട് പിന്നെ എന്താ പറയണ്ടേ, അപ്പോൾ ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോക്കകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുന്നത്, ബൈ. ചിലപ്പോൾ ഇത് പാർട്ടായിട്ടായിരിക്കും വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും ഒരു ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ശരി എന്നാൽ ഹായ് കൊടുത്ത്.